കഴിഞ്ഞാൽ ആടിച്ചുവായത്തുള്ളതുകൊണ്ടാണ് ദൃശ്യത്തിന് 2 ആഴ്ച മുമ്പേ ഞങ്ങൾ അത് ഇറങ്ങുന്നത്. ഇതിന് 2 കാലഘട്ടമായിരുന്നു. 2 കാലഘട്ടം ചിത്രീകരണമായിരുന്നു. രണ്ട് കാലഘട്ടം ചിത്രീകരണം താങ്കൾക്ക് ഏറ്റവും റിസ്കി ആയിട്ട് ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് തോന്നിയത് എന്തായിരിക്കും? 2 കാലഘട്ടവും 2 രീതിയിലാണ് ചിത്രീകരണം. കുറെ ദിവസങ്ങൾ ഏറ്റെടുത്തു ഉണ്ടായിരുന്നു. ആ ഏറ്റവും റിസ്ക് ഏതായിരുന്നു? ആ 2 കാലഘട്ടം ഷൂട്ട് ചെയ്യും താങ്കൾക്ക് ഡയറക്ടർ എന്ന നിലയിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും? തീർച്ചയായും എഴുതുമ്പം നമുക്കങ്ങനെ കാലഘട്ടങ്ങളുടെ ഡിഫറൻസ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഹ്യൂമർ 2 കാലഘട്ടത്തിലും വർക്കൗട്ട് ആക്കുക എന്നുള്ള ഫോക്കസേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് എക്സിക്യൂഷനിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ചലഞ്ചസ് നേരിടുക. കാരണം ഒരു 10-25 കുതിരകളൊക്കെ സിംഗിൾ ഫ്രെയിമിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ കുതിരകളൊന്നും ഒരുപാട് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വലിയ ഒരു എപ്പിക് സെറ്റപ്പിലേക്ക് ചെല്ലുമ്പോൾ അത് റിയലി ചലഞ്ചിങ് ആണ്. കാരണം 5-6 ഷോട്ടുകളൊക്കെ മാത്രം എടുക്കാൻ പറ്റുന്ന ദിവസം ആക്ടേഴ്സ് ഹോഴ്സ് റൈഡിങ് പഠിക്കണം. അങ്ങനെ ഒരു കൂട്ടം ആക്ടേഴ്സ് ആ ഭാഗത്തൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഹോഴ്സ് റൈഡിങ് പഠിച്ച് അത് ഇവരുമായിട്ട് കുതിരകൾ സെറ്റ് ആവണം. അതിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ ഒരു ഇപ്പം ഞങ്ങളൊരു 130ഓളം ദിവസം ഷൂട്ട് ചെയ്തത് ഏകദേശം 10 മാസത്തോളം എടുത്താണ്. മഴ ഒരു വലിയ ചലഞ്ചായിരുന്നു. ഇട്ട സെറ്റുകൾ കുറെ നശിച്ചുപോയി. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മളിപ്പോൾ റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഭൂതകാലം ഷൂട്ട് ചെയ്തപ്പോൾ പാസ്റ്റ് ടൈം ലൈൻ ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ചലഞ്ചിങ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കമ്പല്ലിങ് സിനാരിയോ ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു. ആ കൗതുകമാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പാസ്റ്റ് ടൈം ലൈൻ വരുമ്പോൾ ആ വിഷ്വൽസിന്റെ പ്രൊഡക്ഷൻ വാല്യൂ, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. എല്ലാവരും നമ്മുടെ DOP ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷൂട്ടിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം അത് എന്റർടൈൻമെന്റ് ആക്കാനായിരുന്നു ഞങ്ങൾ ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 150 രൂപ കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയ്ക്കും ഒരേ കഷ്ടപ്പാട് തന്നെയാണ്. ബട്ട് ചലഞ്ചിങ് ഓഫ് കോഴ്സ് ഇതായിരുന്നു ഭൂതകാലം ഷൂട്ട് ചെയ്തത്. ഈ 2 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ നമുക്ക് ചിരിക്കണം അല്ലേ, പക്ഷേ ചിരിപ്പിക്കാനാണ് 2 കാലഘട്ടവും ഉപയോഗിക്കുന്നത് ഈ സിനിമയിൽ പറഞ്ഞത്. അപ്പൊ അതിന്റെ 2 കാലഘട്ടത്തിൽ മീറ്ററിന്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഡയറക്ടറും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത്തരം ഒരു ശ്രദ്ധ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടി വന്നിരുന്നത്? അവരുടെ നമുക്ക് ചിരിക്കണം, 2 കാലഘട്ടം ചിരിക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ കറക്റ്റ് ആയിരിക്കും മീറ്റർ പോകേണ്ട, കറക്റ്റ് മീറ്ററിൽ തന്നെ പോകണം. അതിൽ ഏറ്റവും ശ്രദ്ധ ചുരുത്തിയത് ഏതിലായിരിക്കും? അതിൽ ഭൂതകാലത്തിലെ കോമഡികൾക്ക് ഭാഷാപരമായ ചില പരിമിതികളുണ്ട്. നമ്മൾ ഇവിടെ അടിക്കുന്ന പോലത്തെ നമ്മുടെ മോഡേൺ സ്ലാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു സാധനം പറഞ്ഞ് ഫലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചിലപ്പം കൊളോക്കിയൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്ക് മനസ്സിലായില്ല എന്ന് പറയും. അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തെ ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തിട്ട് സംസാര ഭാഷയിലേക്കാക്കി. എന്നാൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമല്ലോ. ആ ഡിഫറൻസ് ഫീൽ ചെയ്ത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറയുന്ന ഹ്യൂമറൊക്കെ റിജക്ട് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിന്റെ ഭാഷയെല്ലാം ഒരു അല്പം പഴയ കാലത്തേക്ക് വെച്ച് അതൊരു സംസാര ഭാഷയാക്കി മാറ്റി. അങ്ങനെ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് എഞ്ചിനീയർ വറീദ് മാപ്പിള എന്നാണ്. വറീദ് മാപ്പിളയ്ക്ക് ഒരു കാരണവശാലും സർബത്ത് ഷമീർ പറയുന്ന പോലെ ആ ഭാഷാ പ്രയോഗം തന്നെ പറ്റില്ല. അപ്പം അത് ഇദ്ദേഹം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇദ്ദേഹം പറയുന്ന ഹ്യൂമറുകൾ നമ്മൾ പലതവണ പറഞ്ഞു നോക്കി. അത് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവും വേണം. അപ്പൊ അങ്ങനെ ഒരു ചിത്രീകരണ സമയത്ത് അങ്ങനെ ഭാഷാപരമായ ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. അതാ ഭാഷകളുടെ വ്യത്യാസമാണ്. ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ജേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6-7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പം അത് ജേട്ടനാണ് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ അത് പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടൻ അതിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോകുക. എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഇത്തവണ ട്രെയിലറിൽ പ്രാതിനിധ്യം കണ്ടതുപോലെ സാത്താൻ സേവറിന്റെ ഏരിയ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ നിർണായകമായ ഒരു ഏരിയയിൽ പുള്ളിന്റെ സീനുകളുണ്ട്.
പിന്നെ ക്യാപ്റ്റൻ ഗ്ലീറ്റസിന്റെ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് രണ്ട് കാലത്തിലും. പിന്നെ സ്വാഭാവികമായും പടത്തിന് ആട് ടൂവിനേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനൊക്കെ കുറച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവും എല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഈ കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ ചെറിയ ട്വീക്കിങ്ങുകൾ, മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്.